പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമരമൊട്ടായിരുന്നു. പാവാടപ്രായം വന്നിരിക്കുന്നു. നടന്നാൽ ഭൂമി തരിക്കും, ആ തരിപ്പിൽ പൂക്കൾ വിടരും. ഇതെന്തൊരു പൂത്താ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഉണ്ട്, ഈ ഞാൻ. അത് പറഞ്ഞാ കൊച്ചിന് മനസ്സിലാവത്തില്ല. ഞാനെന്താ കൈക്കുഞ്ഞോ? അയ്യോ, ഈ ലവ് ലവ് എന്ന് പറഞ്ഞാ എന്താണെന്നറിയോ? എനിക്കറിഞ്ഞുകൂടാ. ഈ ആണും പെണ്ണും കൂടി ചില കുശുകുശുക്കലും കൊടുക്കലും വാങ്ങലും ഒക്കെ. എന്റെ അമ്മ എന്നെ അടക്കോതുക്കത്തോടുകൂടിയാ വളർത്തിയത്. ഓ, നിന്നെ ഏത് തള്ളയാടി പറ്റത്? ജമ്മം പാഴായല്ലോ. അതിനെനിക്ക് എന്ത് പറ്റിയെന്നാ പറയുന്നേ? നീ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ഇതുവരെ സിനിമ കണ്ടിട്ടേ ഇല്ല? ഉണ്ട്, പണ്ടൊരിക്കൽ. നല്ല രംഗാൾ ചരിത്രം. നല്ല രംഗാൾ ചരിത്രം സാക്ഷാ പട്ടിക്കാട് തന്നെ. ഇതുപോലെ വലിയ വലിയ വീട്ടിലുള്ള ജോലിക്കാരികൾ ഇക്കാര്യത്തിൽ MA യും BEd ഡിഗ്രി എടുത്തവരാ. ആട്ടെ, നീ ഇവിടുത്തെ ജോലിക്കാരിയോ സെർവന്റോ ആയോ? ജോലിക്കാരി. ഏമാനാളെങ്ങനാ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പാവം പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. സത്യം പറ, നീ പറഞ്ഞ നേരാണോ? ഈ ശരീരം നീ പാഴാക്കി കളഞ്ഞല്ലോടി. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് തകരുക. എന്തിന്? അല്ല, ഇപ്പൊ നിന്ന നിപ്പിൽ നീ സൈക്കിൾ ഇടിച്ച് ചത്തെന്ന് വെച്ചോ. അങ്ങ് മേലോട്ട് ചെന്നാ ദൈവം ചോദിക്കുമ്പോ എന്തോ പറയും? എന്തോ ചോദിക്കും? നീ നിന്റെ ദേഹം ഏതെങ്കിലും ആണിനെ കൊണ്ട് തൊടുവിച്ചിട്ടുണ്ടോ കല്യാണി എന്ന് ദൈവം ചോദിക്കും. ഇല്ല എന്ന് നീ മറുപടി പറയും. ഓ, നരകത്തിൽ ഒരൊറ്റ ആട്ടാണ്. ഇല്ല, നിനക്ക് നരകം തന്നെ. അതുകൊണ്ട് കല്യാണി, നീ ഏതെങ്കിലും എംബോക്കെ അങ്ങ് സ്നേഹിച്ചോ, അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. അയ്യോ, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ചു തരാം. ഡെയിലി അരമണിക്കൂർ ട്യൂഷൻ. പക്ഷെ രാത്രിയിലേ പഠിപ്പിക്കാൻ പറ്റൂ. എന്താ ഫീസ്? ഫീസ് കല്യാണിക്ക് ഫ്രീ. എനിക്ക് കൊച്ചമ്മയെ പഠിപ്പിക്കണമെങ്കിൽ കൊച്ചമ്മ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. പിന്നൊരു കാര്യം, പഠിക്കുമ്പോ ചിരിക്കരുത്. നല്ല മനക്കെട്ടി വേണം. എന്നാ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചോളൂ. ഉറങ്ങിയില്ലേ? ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവ് തെറ്റും. ഞാൻ മുഴുവൻ കുടിച്ചു. സാരമില്ല.
ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ? വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ? ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ? നമുക്ക് എവിടെ പോണം? എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സാരമില്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയിൽ കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, മിനി കിടന്നോളൂ. കല്യാണി, വാതില് ഇവിടെ ഒരു ഉറക്കം. ചേട്ടാ, ചേട്ടാ, എന്താ പറഞ്ഞത്? ഞാൻ ഒച്ച കേട്ട് പേടിച്ചു പോയി. സ്വപ്നം കണ്ട് പേടിച്ചായിരിക്കും. എന്താ മോളെ? ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങിക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാൽ മതി. ശരി. ആരാ ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ എനിക്കെന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ? എന്തെങ്കിലും ആകട്ടെ. വരട്ടെ, പിന്നെ മതി. ഇപ്പോഴേ കഴിക്കണോ? ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറെ നടന്നതല്ലേ. നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരനിപ്പോൾ പൊടി പൊടിക്കായിരിക്കും.
വളയൽ 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 അവളയൽ അവളയൽ വളയൽ വളയൽ ആളിവളയൽ ആളിവളയൽ ആളകത്തുണ്ടോ? ഇങ്ങോട്ട് വാ. ആ ഇതെന്ന് തുടങ്ങി? ഇന്ന് തുടങ്ങി. ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗവും ഇല്ല കല്യാണി. ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല. ഇന്നലെ വെളുപ്പൻ രാവിലെ വരെ നിന്റെ അടുക്കളവാതലിൽ ഞാൻ കാത്തുനിന്നു. ഇവിടെ ഒരു ചെറുത്താവുണ്ടല്ലോ ചങ്കുവാശൻ, അയാളുണ്ടോ? നാശം പുറത്തെവിടെ പോയിരിക്കുക. ആശ്വാസം. ആ ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോണ്ടിച്ച് പോന്നു. ഇനിങ്ങനെ എന്നാ മതിയാ? ഞാൻ അകത്തോട്ട് വരട്ടെ? അയ്യോ ഒന്നും വേണ്ട. പേടിക്കണമെന്നേ, അതിനൊക്കെ മാർഗമുണ്ട്. നീ കഴിഞ്ഞോട്ട് നീട്ട്, നമുക്ക് വള ഇട്ടോണ്ടിരിക്കാം. വല്ലവരും കണ്ട സിമ്പിൾ വളക്കച്ചവടം. കല്യാണി, എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കും. നിനക്കെന്നെ വിശ്വാസമില്ലേ? കല്യാണി, കല്ലിലിട്ട് അടിച്ചാൽ പോലും പൊട്ടാത്ത വള. 1 വർഷം ഗ്യാരണ്ടി, 2 വർഷം ഗ്യാരണ്ടി ഇല്ല. വള വള വളേ. വേദനിക്കുന്നോ? 3 മതി. സാരമില്ല, അത് ആദ്യമായതുകൊണ്ടാണ്. നിനക്കിതുവരെ ആരും വളയിട്ടിട്ടില്ലല്ലയോ? കണ്ടാൽ അറിയാം. അയ്യോ ചങ്കോശം വരുമെന്ന്. അയ്യോ എന്നാ ഞാൻ പോവാ. രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ. അടുക്കള വാതിലിൽ ഞാൻ കാത്തു നിൽക്കും. രാത്രിയിലേക്ക് പണിയായി. മുഖത്തെന്തിട്ട് ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കാപ്പ് കുടിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം. എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്? കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. ചേട്ടാ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കൂ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രി ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി. മതി മതി, വരൂ. എനിക്ക് ഊണുമില്ല ഉറക്കവുമില്ല. എപ്പോഴും ഒരു ഓഫീസ് കാര്യം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി. ഒരു ചുക്കും അറിയില്ല.
ഇടുന്നേ. ഇവിടെ ഇറങ്ങി പുറത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മേലെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ ഇഷ്ടമാണ്. നീ അങ്ങനെ അഭിനയിക്കണം. രാവിലെ മധുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. എനിക്ക് വല്ലാത്ത ഭയം. ഡോണ്ട് വറി, മധുവിനെ അയാൾ അറിയാതെ വേണം